എൻ്റെ പേര് സോണി, ഇതെൻ്റെ ഹസ്ബൻഡ് നിതിൻ. ഞങ്ങൾ പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഓൺലൈനിലായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് 2022 പക്ഷേ അപ്പോൾ ഞാൻ കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് പത്രമൊക്കെ കിട്ടാറുണ്ട്, ഞാനങ്ങനെ അധികം അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. പ്രാർത്ഥിക്കും, അങ്ങനല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് 2024 എനിക്കൊരു എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നല്ലൊരു പ്രശ്നമുണ്ടായി. അതായത് എൻ്റെ സീനിയറായിട്ടുള്ള എൻ്റെ കൊളീഗ് നല്ല രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ടോർച്ചർ ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ ചെയ്യുന്ന വർക്കിനൊന്നും ഒരു വിലയില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് ചെയ്താൽ അത് മാത്രമേ മീറ്റിങ്ങിലാണെങ്കിലും സെപ്പറേറ്റ് മാനേജർ മീറ്റിംഗ്, ടീം ലീഡ് മീറ്റിങ്ങിൽ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി വിഷമമായി. കാരണം ഞാൻ പാതിരാത്രി 2 മണി 3 മണി വരെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന് ഒരിക്കലും ഒരു അപ്രീസിയേഷൻ ഇല്ല. അപ്രീസിയേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്ത വർക്കിന് നമ്മളെ കുറ്റം മാത്രം എപ്പോഴും കാണാതെ എനിക്കത് ആരോട് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ സെറ്റ് ആവുന്നില്ല. എനിക്ക് എൻ്റെ വർക്ക് മാത്രം രാവിലെ തൊട്ട് 9 to രാത്രി എപ്പോൾ എൻ്റെ വർക്ക് തീരുന്നു അപ്പോഴായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് സൈഡിൽ നിന്ന്. എനിക്ക് ഫാമിലിയിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് മറ്റുള്ളവരോട് സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തൊട്ട് പണ്ടുതൊട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കും എൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. പ്രശ്നം എന്നല്ല, എപ്പോഴും ഞാൻ ആൾക്കാരുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് സൂക്ഷിച്ച് വെക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ എന്തെങ്കിലും എനിക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് പറയും പ്രാർത്ഥിക്കണമെന്ന്. അപ്പം എൻ്റെ മനസ്സിലൊരു ദിവസം തോന്നിയില്ല ഇതുപോലെ ഉടമ്പടി എടുത്താലോ എന്നിങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യം വെച്ച നിയോഗം ഇത് തന്നെയായിരുന്നു, എനിക്ക് എങ്ങനെയും ഈ പ്രോജക്റ്റിൽ നിന്നൊന്ന് റിലീസായിട്ട് കിട്ടണം. എനിക്കിനി പറ്റില്ല. കാരണം ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ലൈഫില്ല, അത്രയൊരു സിറ്റുവേഷനായിരുന്നു. അപ്പം അത് മാത്രമേ ഞാൻ അതിനോട് അപേക്ഷിച്ചുള്ളൂ. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലാൻ തുടങ്ങി, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എന്നും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും. എല്ലാം പണ്ടത്തെ ആണെങ്കിലും എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ യൂട്യൂബിൽ അതുവരെ ഞാൻ പ്ലേ ചെയ്തിട്ടില്ലാത്ത നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സോങ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ എപ്പോഴും ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. എനിക്കത് മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ട ഒരു ചേച്ചി UK-യിലാണ്. അപ്പോൾ അവർക്ക് ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്രയും മാത്രം ഡേറ്റ് ഇട്ട് വെച്ചു. ശരി, ഞാനും ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് സെപ്റ്റംബർ 8 2024 എനിക്ക് അതിനു മുമ്പ് എനിക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസാവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഈ പ്രോജക്റ്റ് വേണ്ട, എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്താലോ എന്നുള്ള രീതിയിൽ എൻ്റെ അവസ്ഥ ഇരിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ കൂടുമല്ലാതെ ഒന്നും സോൾവ് ആവുന്നില്ല. അങ്ങനെ സെപ്റ്റംബർ 4 ഞങ്ങൾ നോർമൽ ഡെയിലി മീറ്റിങ്ങിൽ ഞങ്ങളുടെ എല്ലാവരെയും അവരുടെ സ്റ്റാറ്റസൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ടീം ലീഡും റിപ്പോർട്ടിംഗ് മാനേജറും പറഞ്ഞു ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ക്ലയൻറ്റിന് ഇത്ര ആൾക്കാരെ ആവശ്യമില്ല, സോ പ്രൊജക്റ്റിൽ നിന്ന് റിലീസാണ് സോണി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആർക്കും അങ്ങനെ അത് സന്തോഷിക്കില്ല, പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ സെപ്റ്റംബർ 4 തന്നെ ഞാൻ മാതാവിനോട് ഇത്രയും മാത്രമേ ഉള്ളൂ, മാതാവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8, എനിക്ക് അതിനു മുമ്പ് എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 4 റിലീസായി. നോർമലി ഞാനൊരു MNC-യിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഒരു കമ്പനിയുടെ റൂൾ വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റിൽ നിന്ന് റിലീസാകുമ്പോൾ ഓഫ് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് ഫുൾ അവിടെ കൊടുത്ത് അതിനകത്തിലെ ഡീറ്റെയിൽസ് മൊത്തം അവർ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആ ലാപ്ടോപ്പ് തന്നെ നമുക്കൊന്നുകൂടെ അവർ തരും. അപ്പം എന്നോട് നോർമലി ഒരു കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ റിലീസായി കഴിഞ്ഞാൽ അത് ഒരാഴ്ചക്കുള്ളിൽ നടക്കേണ്ടതാണ്. എനിക്ക് ആ സമയത്ത് സർജറി കഴിഞ്ഞു, എനിക്ക് ട്രാവലിംഗ് സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എത്രമാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, എനിക്കറിയില്ല എങ്ങനെയില്ല ഒരു ഒക്ടോബർ 4 വരെ, സെപ്റ്റംബർ 4 നിന്ന് ഒക്ടോബർ 4 എന്ന് വെച്ചാൽ 1 മാസമുണ്ട്, എനിക്കറിയില്ല എങ്ങനെയില്ല, എനിക്ക് അത്രയും നാൾ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, ഞാൻ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് ചെല്ലണം, വേറൊരാളെ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പം ഞാനിത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് 2 വീക്സ് ഓണം ആയതുകൊണ്ട് അതെങ്ങനെയോ പോയി. പിന്നെ എൻ്റെ IT സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ട്രാവലിംഗ് പറ്റില്ല, എനിക്കൊരു 2-3 ഡേയ്സ് എന്ന് പറഞ്ഞു. 2-3 ഡേയ്സ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മിഡ് ആയിട്ടേ ഉള്ളൂ, ഒക്ടോബർ ആയിട്ട് കൂടിയില്ല. അപ്പം ഞാൻ
പിന്നെ ഞാൻ അങ്ങോട്ട് ഇവർ വിളിക്കാനും പോയില്ല. എൻ്റെ ലീഡിനോട് പറഞ്ഞപ്പോൾ ലീഡ് പറഞ്ഞു അവർ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം എന്തായാലും നിർബന്ധമായിട്ട് കൊണ്ട് ചെല്ല്, ഇല്ലെങ്കിൽ വിട്ടേക്ക്, ലൈക്ക് സോണിയുടെ ടൈം അനുസരിച്ച് കൊണ്ട് തന്നാൽ മതിയെന്ന്. അപ്പോഴും ഓരോ തവണ ലീഡിനെയും IT സപ്പോർട്ടിനെയും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്. അന്ന് എനിക്ക് തൈലയില്ല, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു, തൈലയില്ല, ഉപ്പില്ല, ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻ്റെ ലാപ്ടോപ്പ് റിട്ടേൺ ചെയ്തത് ഒക്ടോബർ 9-നാണ്. ലൈക്ക് ഞാൻ ആഗ്രഹിച്ച ദിവസവും കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റിയത്. മൂന്നാമത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാട്ടി കൂടുതൽ എൻ്റെ ദിവസം മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനാണ് എനിക്ക് കൂടുതൽ പരിഹാരങ്ങൾ മാതാവ് തന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ടൈമിൽ ലൈക്ക് ഞങ്ങളോടത്ത് ഹസ്ബൻഡ് സൗദിയിലാണ്, അപ്പോൾ അവിടെ നിന്ന് തന്നെ റിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടൈമിൽ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ട് ഇപ്പോൾ 10 വർഷം മേലായി. പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെ സൈഡിൽ ആ കേസ് ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആയിട്ട് അങ്ങനെ കിടക്കുന്നത്. കാരണം ആ കേസിൻ്റെ പേപ്പർ കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാതെ ആ കേസ് ക്ലിയർ ആവില്ല. നമ്മുടെ പേര് അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങളപ്പം ലൈക്ക് എന്താ പറയുക, പാസ്പോർട്ട് അവിടെ റിന്യൂ ചെയ്യുക, സൗദി എംബസി ത്രൂ റിന്യൂ ചെയ്യുവാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് എക്സിറ്റ് അടിച്ച് വിടുക ചെയ്യുന്നത്. അപ്പം കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 1 വീക്കോ 2 വീക്കോ മുമ്പേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇതുപോലെ കൊണ്ട് കാണിച്ചു, ഇങ്ങനെ എന്തോ നാട്ടിലൊരു കേസ്, അതും ക്ലോസ്ഡ് ആവാത്ത കേസ് ഉണ്ടായിരുന്നു. ആ ആൾക്ക് സൗദി എംബസി ഒരു 6 months ടൈം കൊടുത്തു. അതിനുള്ളിൽ നാട്ടിൽ പോയേ പറ്റൂ, ജോലി നിർത്തിയിട്ട്. ഇനിയും സൗദിയിലോട്ട് തിരിച്ച് റീഎൻട്രി പറ്റില്ല. അങ്ങനെ മാതാവ് ഞങ്ങളെ പ്രിക്കോഷൻ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഞങ്ങൾ ഒരു ആപത്ത് ഞങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ ഞങ്ങളെ നാട്ടി വിടും. എനിക്കെന്താ ജോലി ഇല്ലാത്തൊരവസ്ഥ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ മാതാവ് ശരിക്കും ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഈ പാസ്പോർട്ടിനകത്ത് ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ലോജിക്കലി എല്ലാവരും ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണെന്നില്ല. പക്ഷേ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യത്തിനകത്ത് എല്ലാം ഈ പരിശുദ്ധ തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ മനുഷ്യരെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഇനിയുള്ളത് ലീവ് റിക്വസ്റ്റ് ആണ്. എൻ്റെ ഹസ്ബൻഡിന് ഡിസംബറിൽ എൻ്റെ സർജറിക്ക് വേണ്ടി നാട്ടിൽ വരാൻ വേണ്ടി ലീവ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. അപ്പം കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല. ഞാൻ നേരത്തെ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൊന്ത ചൊല്ലാൻ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ എന്നും ലൈക്ക് ഹസ്ബൻഡിനെ വിളിക്കും, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ വന്നിട്ടില്ല. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാനോട് എന്നാൽ ഉടമ്പടി എടുക്കുക, എന്നെയും കൂടെ കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇത്രയും 2 വർഷമായിട്ട് പുറകെ നടക്കാത്തൊരു സംഭവം മാതാവിനെ കൊണ്ട് എന്താ ലൈക്ക് ഒരു 1 വീക്കും കൊണ്ട് നടന്നല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ലീവ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ 2 പേരും കാര്യത്തിൽ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ, ഞാൻ ഇന്നടത്ത് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോവുക എന്നുള്ള രീതി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും. അപ്പോൾ എന്നോട് ഇതുപോലെ പറഞ്ഞു, ലീവ് റിക്വസ്റ്റ് ചെയ്യാൻ പോവുക, പ്രാർത്ഥിക്കണം. സാധാരണ ഇവരുടെ കമ്പനിയിൽ ഒരു 2 വീക്സ് ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ട് 2 വീക്സ് പുറകെ നടന്നാൽ മാത്രം അപ്രൂവ് ചെയ്യുന്നത്. അന്നൊരു 5 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ചെയ്തു. അപ്പം ലൈക്ക് തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അപ്രൂവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവ് ചെയ്തു തന്നതാണ്, ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ ഇല്ല, ഈ സമയത്ത് അധികം വർക്ക് ഇല്ല, അതുകൊണ്ട് അവർ തരുമെന്ന് പറഞ്ഞു ലീവ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് നീ ചെയ്തു കൊടുത്താണെങ്കിൽ ഇത് എന്തായാലും ഇത് തെളിയിക്കണം, അല്ലെ പുള്ളിക്ക് അതിലുള്ള വിശ്വാസം കൊടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വെരി നെക്സ്റ്റ് ഡേ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പയ്യന്, ആക്ച്വലി ആ പയ്യൻ എല്ലാവർക്കും വേണ്ടി ലീവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പം ആ പയ്യനെ ഇതുപോലെ ലീവ് റിക്വസ്റ്റ് ചെയ്തു, അതിൻ്റെ ഫാദറിൻ്റെ സർജറി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലുള്ള എല്ലാവരും ചോദിച്ചു, ഇതെന്തുകൊണ്ട് ഇതിന് മാത്രം ഇതെന്തുകൊണ്ട് ഇങ്ങനെ എല്ലാം റെഡിയായി വരുന്നു എന്നുള്ളത്. അത് എനിക്ക് 100% ഉറപ്പാണ്, അത് മാതാവ് തന്നെ ചെയ്തു കൊടുത്തത്. കാരണം ഇവരുടെ കമ്പനിയിലെ HR അങ്ങനെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ അറബിക് പീപ്പിളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അവർ വർക്ക് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ റിപ്ലൈ ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാനേ പറ്റില്ല. ഒരു മലയാളി പോലും ഇല്ല ഇവരുടെ കമ്പനിയിൽ. അത് മാതാവ് ചെയ്തു തന്നാന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി അടുത്തുള്ള ഇക്കാമ, എൻ്റെ ഹസ്ബൻഡ് എക്സിറ്റ് അടിച്ച് വരികയാണ്. അപ്പം January 2026 ആണ് ലാസ്റ്റ് എൻഡ് ഓഫ് കോൺട്രാക്റ്റ്. പക്ഷേ December 2 അവർ പറഞ്ഞു പോകാൻ, കാരണം ഇക്കാമ 12 റിന്യൂ ലൈക്ക് എക്സ്പയർ ആവും. അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല 22 ദിവസത്തേക്ക്. അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിലായി. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഇല്ലാത്ത അവസ്ഥ, ഞങ്ങൾ എങ്ങനെ ജീവിക്കാമെന്ന് അറിയത്തില്ല. സോ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കറിയില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നതാണ്, നീ എന്തെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് അതിന് വിഷമമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം ജൂനിയർ HR കണ്ടു,
HR മാരെ കാണാൻ പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ HR-നെ കാണാൻ പോയ സമയത്ത് എന്നോട് HR പറഞ്ഞു ഓക്കെ, കാരണം ഇക്കാമ റിന്യൂ എൻ്റെ ഹസ്ബൻഡ് ഒരു കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എൻ്റെ ബെനിഫിറ്റ് കട്ടാവല്ല, എക്സിറ്റ് അടിച്ച് വരുന്നുണ്ട്. പിന്നെ അതുമല്ലാതെ എൻ്റെ സാലറി എനിക്ക് 1 മന്ത്, ഞാൻ നേരത്തെ പോകാം പക്ഷേ എനിക്ക് 1 മന്ത് സാലറി വേണം എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ജൂനിയർ HR പറഞ്ഞു ഓക്കെ, ബിക്കോസ് അവർക്ക് അതാണ് ലാഭം, ഇക്കാമ റിന്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും പൈസ ആവില്ല 1 മാസത്തെ സാലറി കൊടുത്ത് ബെനിഫിറ്റ് ഫുൾ കൊടുത്ത് വിടുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിട്ടു. നാളെ വായോ സീനിയർ HR-ൻ്റെ കൂടത്തെ. അപ്പോൾ അന്നും പോയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടെ ആരുമില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സഞ്ചാരി മറ്റത് കൂടെ പോയേ പറ്റുമെന്ന് ഞാൻ അത്രമേൽ വിഷമിച്ച് ഞാൻ പറഞ്ഞു, കാരണം 2 പേർക്കും ജോലിയില്ലാത്ത അവസ്ഥയാണ്. അപ്പം കൂട്ടത്തിൽ ഇവരുടെ എഞ്ചിനീയറോട് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് സീനിയർ HR സമ്മതിച്ചില്ല, പുള്ളി അക്സെപ്റ്റഡ് അല്ല, 1 മന്ത് ജോലി ചെയ്യാതെ സാലറി തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല, ജാനുവരി 2-ന് ഞാൻ പോകുന്നുള്ളൂ, എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെ ടെർമിനേറ്റ് ചെയ്യാൻ അപ്പോൾ അവർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, എഞ്ചിനീയറും എൻ്റെ ഹസ്ബൻഡും 2 പേരും പറഞ്ഞു ശരി ടെർമിനേറ്റ് ചെയ്യും, കാരണം വിത്തൗട്ട് റീസൺ ഒരു പേഴ്സണെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഒരു 4-5 മാസത്തെ എക്സ്ട്രാ സാലറി കൊടുത്ത് നാട്ടി വേണ്ടത്. ലാസ്റ്റിൽ സീനിയർ HR അറബിക്ക് മനസ്സിലായി എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല. പുള്ളി പറഞ്ഞു ശരി 22 ദിവസത്തേക്കുള്ളതിന് വരും 3 മാസത്തെ ഇക്കാമ റിന്യൂ ചെയ്തു. ഇവൻ എൻ്റെ ചേച്ചിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നു, അവരൊക്കെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ്, ഞങ്ങളെക്കൊണ്ട് വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾ മലയാളികളെല്ലാം പോയി പറയാനും റിക്വസ്റ്റ് ചെയ്യാനും. അവരുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻറ്റാണ്. അവിടെയും മാധവ് മാത്രം അത്ഭുതം പ്രവർത്തിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നാളിൽ ജോസഫ് അച്ഛൻ്റെ കൈമുത്തിലൂടെ എനിക്കൊരു കാശ് രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഹസ്ബൻഡെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോൾ എവിടെ പോയാലും സൈറ്റിൽ പോയാലും എപ്പോൾ എവിടെ പോയാലും അത് കൂടെ കൊണ്ടുപോകണം, കാരണം വർക്ക് ചെയ്യുന്ന സൈറ്റിൽ എപ്പോഴെപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നതാണ്, നമുക്ക് ഒരു അഷുറൻസും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഞാനത് പറയും, കൊന്തയും കാശ് രൂപവും ഒന്നും സൈറ്റിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് അകത്ത് കൊണ്ടുപോകും. അടുത്തതായിട്ടുള്ള എനിക്ക് ജോലിയുടെ കാര്യം, ഞാനൊരു 8 മന്ത്സായിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുന്നു സർജറി കഴിഞ്ഞ്, എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് ഒത്തിരി റിസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എന്നും നൗക്കറി ലിങ്ക്ഡിൻ എല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു കമ്പനിയുടെ പേരില്ല, ജസ്റ്റ് ഒരു കൺസൾട്ടൻസിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് മെയിൽ വന്നു, തിരിച്ച് ഓൺ ദ സ്പോട്ട് തന്നെ റിപ്ലൈ മെയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ പേരോൾ ഓഫ് ഒരു MNC കമ്പനിയുടെ പേരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഊടായ്പായിരിക്കും, നടക്കില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും ആരും അയക്കില്ല, ഞാൻ അവർക്കാർക്കും അയച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ കാണിച്ച പുള്ളി പറഞ്ഞു ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്ക്, ഇന്ന റോളിന് വേണ്ടി എനിക്ക് ഇത്രയും മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ പുള്ളീനോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൽ അയച്ചത്. മെയിൽ അയച്ചു കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടിന്യൂസ്ലി ആ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ഓട്ടോമാറ്റിക് ലൈക്ക് മെയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരുടെ സൈറ്റിലേക്ക് കരിയേഴ്സിൽ കയറി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യും. ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. ലാസ്റ്റ് ഈ കൺസൾട്ടൻസിൽ ഞാൻ എൻ്റെ റെസ്യൂമേ അയച്ചു കൊടുത്ത പുള്ളി എനിക്ക് വിളിച്ചു, ഈ ഒരു സാറ്റർഡേ ലൈക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, വെർച്വലാ, ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല പനി, എക്സ്ട്രീം നല്ല പനി, എനിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ. ഞാൻ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റു, 10 മണിക്ക് എൻ്റെ ഇൻ്റർവ്യൂ, 9:30 ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് അറ്റൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ വീട് എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ കാശുരൂപവും തേനും ഉപ്പും ഇത് 3 എൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഞാൻ തൈലവും ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. കാശുരൂപം ഞാൻ ആ ഇൻ്റർവ്യൂവറിൻ്റെ നേരെ പുള്ളി കാണാതെ നമുക്ക് വെക്കാൻ പറ്റും, കണ്ടുകൊണ്ട് വെക്കാൻ പറ്റില്ല, അപ്പോൾ കാണാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയാവുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞത് മൊത്തം തെറ്റാണ്. അത് ഞാൻ എന്നിട്ട് ആ ഒരാഴ്ച എനിക്ക് 1 വീക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞത്. ഓക്കെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വിട്ടു. ഫസ്റ്റ് ഇൻ്റർവ്യൂ സാറ്റർഡേ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ട്യൂസ്ഡേ വെൻസ്ഡേ എന്നെ പിന്നെയും കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓക്കെ ആയി. സെക്കൻഡ് ഫേസ് ടു ഫേസ് ആണ്, അത് നെക്സ്റ്റ് സാറ്റർഡേ. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു 3.5 ഇയേഴ്സായി ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട് എനിക്കത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല, എൻ്റെ കൈയും കാലും വിറയ്ക്കും. ഞാനപ്പം രണ്ടും കൽപ്പിച്ച് ഓക്കെ ജസ്റ്റ് ആ ഒരു കമ്പനിയുടെ ക്യാമ്പസിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പോയി. കാരണം അത്രയ്ക്ക് ലൈക്ക് ഇന്ത്യയിലൊരു MNC ആണ്, അപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനിവിടെ അപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും. എന്നെ എപ്പോഴും ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരിക്കും. ഓരോരുത്തരും വന്ന് പറയാറുണ്ട്, ലൈക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ടേബിളിൽ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ മോർണിംഗ് 9-ന് പോയി.
നോക്കിയപ്പോഴത്തേക്കും ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട് അവിടെ. ലൈക്ക് മോർ ദാൻ 200 പീപ്പിൾ എന്തായാലും അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇത് എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, എനിക്ക് പക്ഷേ പേടിയാണ്, എൻ്റെ കൂട്ടത്തിൽ കാണണമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അപ്പം മാതാവിനോട് ലൈക്ക് അവിടെ കമ്പനിക്കകത്ത് കയറണമെങ്കിൽ നമുക്കൊരു വിസിറ്റർ കാർഡ് കിട്ടും. ഞാൻ ഇവരുടെ സൈറ്റിൽ, ഇവരുടെ ആ കമ്പനിയുടെ കരിയർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ്, യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ആൽഫബറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഈ ഡിജിറ്റ്സ് എല്ലാം വേണം. ഞാൻ ഏത് ഡിജിറ്റ്സ് ആണോ എൻ്റർ ചെയ്ത് ആ സെയിം ഡിജിറ്റ്സാണ് എൻ്റെ വിസിറ്റർ കാർഡിൽ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത്. അത് ലൈക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി. ഞാൻ ആ കമ്പനിയുടെ ലോഗിൻ ചെയ്ത അതേ പാസ്വേഡിൽ തന്നെ എനിക്ക് അവിടുത്തെ വിസിറ്റർ കാർഡ് കിട്ടി. ഞാൻ അറ്റൻഡ് ചെയ്യാനകത്ത് കയറി. അറ്റൻഡ് ചെയ്യാൻ എന്നെ 4 മണിക്കാണ് വൈകുന്നേരം വിളിച്ചത്. അതിന് മുമ്പേ വരുന്നവരൊക്കെ ലൈക്ക് പറയുന്നുണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അവർ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ട് കൂടിയില്ല, എനിക്കറിയില്ല, അതിന് എനിക്ക് ആൻസർ ഇല്ല, എനിക്ക് പഠിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയം ഫുൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂവർ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി അകത്തോട്ട്. പുള്ളി ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് എന്നെ ലൈക്ക് വെൽക്കം ചെയ്തത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തരുമോ, ഞാനൊന്ന് പോയിട്ട് വരാം, വെളിയിൽ നിന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ ആകെ വിഷമിച്ച് ഇത്രേ ഉള്ളൂ, മാതാവേ ഞാൻ എവിടെ ഉപ്പിടും, ഈ പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് എനിക്ക് ഉപ്പിടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ അവർ ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പുള്ളി എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ലൈക്ക് 1 മിനിറ്റ് എനിക്കൊന്ന് ടൈം താ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഞാൻ ടേബിളിൽ ഉപ്പിട്ട് ഞാൻ തൈലം നാവേ പുരട്ടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൽ എനിക്ക് 2 ക്വസ്റ്റ്യനേ അറിയാത്തുള്ളൂ. ആ 2 ക്വസ്റ്റ്യനും എനിക്കറിയില്ല. ഞാനത് പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുത്തു, ഞാനത് സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് HR റൗണ്ട് ഉണ്ടായിരുന്നു. HR റൗണ്ട് കഴിഞ്ഞ് വേറൊരു HR ഡിസ്കഷൻ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. അതിനെന്നെ ഒരു HR വിളിച്ചിരുന്നു 2 ഡേയ്സ് കഴിഞ്ഞ്. എൻ്റെ ഈ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടും എന്നെ വിളിച്ചിരുന്നു. ഞാനപ്പോൾ അവിടെ ചെന്ന് ലൈക്ക് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി, മാതാവ് ഇത്രയും എത്തിച്ചിട്ട് ഇനി എന്താ ബാക്കി എനിക്ക് ഇത്രയും ഡിലേ വരുത്തുന്നതെന്നുള്ളൊരു പേടിയായിപ്പോയി. ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത് നിർത്തി വരിക, ഞങ്ങൾക്കൊരു വഴി കാണിച്ചേണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ആ HR കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് HR കോൾ എടുക്കില്ല, മെയിൽ അയച്ച റിപ്ലൈ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. ഞാൻ മാതാവിനോട്, മാതാവേ എനിക്ക് സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനൊരു അടയാളം കാണിച്ചു തരണം. ഞാൻ പിന്നെയും ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ HR പേര് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെയിൽ അയക്കാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ HR പേര് S. കാർമൽ മേരി എന്നാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ഡിലേ ആയാലും എനിക്ക് എന്തായാലും ഇത് കിട്ടും, കാരണം HR വിളിക്കും. വെരി നെക്സ്റ്റ് വീക്ക് തന്നെ ഞാനിങ്ങനെ ഒരു സാക്ഷി കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൺസൾട്ടൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ലീവ് ആയതുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യാവുന്നത്, HR നാളെ എന്തായാലും വിളിക്കുമെന്ന്. പിറ്റേത് മോർണിംഗ് HR വിളിച്ചു. HR എന്നോട് നല്ല വെൽ ബിഹേവായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരി ചെന്നൈ വർക്ക് ചെയ്യുന്ന ആളാണ്, സൈക്ലോൺ ആയതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ HR റൗണ്ടും കഴിഞ്ഞു. എനിക്ക് ലാസ്റ്റിൽ എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യമുള്ളൂ, ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യരോട് എനിക്ക് പറയാൻ പറ്റില്ല ഇത്. പക്ഷേ ഞാൻ ഹൈദരാബാദിലായത് കാരണം ഞാൻ അവിടുത്തെ ഒരു പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് എൻ്റെ ഓഫർ ലെറ്റർ കാണിച്ചിട്ടാണ് എനിക്ക് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ഒരു 6 to 7 പീപ്പിൾ. അവരെനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് മാത്രം പറഞ്ഞു. ഇന്ന് ഈ നിമിഷം ഇവിടെ വന്നാണ് ഞാൻ പിന്നെ പറയുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ കൂട്ടത്തിൽ വന്ന് വേറെ ആർക്കും അറിയില്ല എനിക്കൊരു ഇങ്ങനെ കമ്പനി ജോയിൻഡ് ആയി. ഞാൻ 29th ജോയിൻഡ് ആകാൻ പോവാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ സന്തോഷം. ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എനിക്കൊരു മാതാവ് എനിക്ക് ജോലി തന്നത്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു തവണ മാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ സാധാ ഒരു കമ്പനിയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ ഒരു കമ്പനി നല്ലതെന്ന് ഈ കമ്പനിയുടെ പേര് വരെ പറഞ്ഞ് ഞാൻ മാതാവിനോട് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഈ 29th ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകണം. കംപ്ലയിൻറ്റ് പറഞ്ഞ കമ്പനിയിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര എനിക്ക് നാണക്കേടായി. റിജക്ഷൻ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, സാക്ഷ്യങ്ങൾ കേൾക്കാറില്ലേ, റിജക്ഷൻ എപ്പോഴും വരും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. എനിക്കൊരു വെൽ സപ്പോർട്ടായിരുന്നു പുള്ളി. അപ്പം റിജക്ഷൻ വന്നുകൊണ്ടിരിക്കും, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. നേരത്തെയൊക്കെ ഞാൻ ജസ്റ്റ് ആരെങ്കിലും എനിക്കൊരാൾ കൂട്ട് വേണം പത്രം കൊണ്ട് കൊടുക്കാൻ. ഇപ്പം എനിക്ക് അങ്ങനെ കൂട്ടിൻ്റെ ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന വഴിയിൽ ആരെ കണ്ടാലും നിർത്തി ചോദിച്ചാൽ കൊടുക്കുന്നത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടും കൂടെ കൊടുക്കുന്ന അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തനിച്ചു പോകാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർ വേണ്ടാന്ന് പറയുന്നത് പോലും ഇല്ല. അവർ പറയും ഇപ്പം ഞങ്ങൾ വേറൊരു വഴിക്ക് പോവുക എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് പറയല്ലാതെ ഇന്നേ വരെ ഹാഷായിട്ട് പിന്നീട് എന്നോട് ആൾക്കാർ പെരുമാറിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനം വെച്ചാൽ ഞങ്ങളുടെ സാലറിയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ ഹസ്ബൻഡ് മാത്രം ജോലി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഞങ്ങൾ ഇത്ര % ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ ജോലിയില്ലാത്ത എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത്
എൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലിയില്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എല്ലാവരോടും എനിക്ക് മാതാവിനെ പറ്റി പറയാൻ പറ്റും. മാതാവ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ മാതാവ് ശരിയാക്കിക്കോളൂ, നിങ്ങൾ വറി ആവണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്രയും എനിക്കിങ്ങനെ പറയാൻ പറ്റിയത് പോലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാരവും നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവമായ കർത്താവ് നാം ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നൽകുന്ന വലിയ വലിയ വാഗ്ദാനങ്ങളാണ്. നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ എഴുതിയിരിക്കുന്നു, നിൻ്റെ തലമുടി നാര് പോലും അറിയുന്നത് ഞാൻ അറിയുന്നു. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമാണ് നമുക്കെപ്പോഴും നാം വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സോണി എന്ന മകൾ എൻ്റെ ജീവിത പങ്കാളിയുമടുത്ത് വന്ന് ഇവിടെ വലിയ ശക്തമായ ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിക്കുകയും തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇവരുടെ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം അവരെ സാമീപ്യം നൽകി അവരെ കൃപ നിറച്ച് അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ ശക്തമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ആണ് പോലും ഇവർക്ക് വലിയ വലിയ നേർച്ച വസ്തുക്കളൊന്നും ഇവർക്ക് ലഭിക്കാതിരുന്ന ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയിൽ വളരെയധികം ശരണപ്പെട്ടുകൊണ്ടാണ്, വളരെ സങ്കടത്തോടുകൂടിയാണ് തൻ്റെ ജോലിയിൽ വന്ന ഒരു വലിയ തകർച്ചയിലൂടെ, കൊളീഗ്സിൻ്റെ ടോർച്ചർ ട്രീറ്റ്മെൻറ്റ്, വളരെ ഇൽ ട്രീറ്റ് ചെയ്ത ഒരു വലിയ അവസ്ഥയിലാണ് ഈ മകൾ ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു ആ കമ്പനിയിൽ നിന്ന് അവർക്ക് റിലീവ് ആകാനുള്ള വലിയ സാധ്യത ലഭിക്കുന്നത്. നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വസ്തരാണെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം നൽകുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. നമുക്കറിയാം, നമ്മുടെ ഏത് ജീവിതാവസ്ഥയിലും നമുക്ക് പെട്ടെന്ന് ഇൻസെൻറ്റീവായി ഈശോ വലിയ ഒരു അനുഗ്രഹം നൽകും. അത് ആ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു വലിയ സമ്മാനമാണെന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വിസ റിന്യൂവൽ ടൈമിൽ, ഇക്കമ റിന്യൂവൽ ടൈമിലെല്ലാം പരിശുദ്ധ അമ്മ ഇവരെ സംരക്ഷിച്ച് ഇവരെ കൂടെ ചേർത്ത് നിർത്തിയ വലിയ വലിയ അത്ഭുതങ്ങൾ ഇവർക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. ലീവ് അപ്രൂവൽ ഇത് പരിശുദ്ധ അമ്മ തന്നെ നൽകുന്നതാണോ എന്നുള്ളതിൻ്റെ ഒരു അപ്രൂവൽ കൂടി മറ്റുള്ളവർക്കൊന്നും സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നിട്ട് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ഇതെല്ലാം ലഭിച്ചിട്ട് ദൈവത്തിന് നിന്നെ കൊണ്ട് എന്തുപകാരം എന്ന് ജോസഫ് അച്ഛൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ ആസ്തി, നമ്മുടെ ആധ്യാത്മിക ആസ്തി നാം സ്റ്റോർ ചെയ്യേണ്ടതും നമുക്ക് കാരുണ്യപ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് ഉത്തരം നൽകേണ്ടതും വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസ കൈമാറ്റവും വളരെ അനിവാര്യമായ ഒരു ജീവിത ശൈലിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ് വിശ്വാസ കൈമാറ്റം എന്നുള്ളത്. ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് പേഴ്സണലായി ഉടമ്പടി എടുത്തിട്ടുള്ള, ഈശോയെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ദമ്പതികളാണ് ഇവർ വ്യക്തിപരമായി ഈശോയ്ക്ക് നന്ദി പറയുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.